ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വിക്രം സാരാഭായ്. ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം? ഉത്തരം ആര്യവേപ്പ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം? ഉത്തരം കുങ്കുമപ്പൂവ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഏലം. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം? ഉത്തരം തേക്ക്. ഔഷധങ്ങളുടെ റാണി? പെൻസിലിൻ. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് കൃത്രിമ രുചി നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? ഉത്തരം അജിനോമോട്ടോ. ലോക മുള ദിനം സെപ്റ്റംബർ 18. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷം? ഉത്തരം നിക്കോട്ടിൻ. പൂജ്യം ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം കമ്പ്യൂട്ടർ. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി? ഉത്തരം കഴുകൻ. ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ DR കപ്രേക്കറുടെ പേരിൽ അറിയപ്പെടുന്ന കപ്രേക്കർ സംഖ്യ എത്ര? 6174. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം കുരുമുളക്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏത്? ഉത്തരം ആമ. സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം SK പൊറ്റക്കാട്. കേരളത്തിൻ്റെ തനത് സംഗീത രൂപം? ഉത്തരം സോപാന സംഗീതം. മലയാളത്തിലെ ആദ്യ ചെറുകഥ? ഉത്തരം വാസനാവികൃതി. എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ആടുജീവിതം നോവൽ എഴുതിയതാര്? ഉത്തരം ബെന്യാമിൻ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം SK പൊറ്റക്കാട്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ? ഉത്തരം ഇന്ദുലേഖ. എഴുതിയത് O ചന്തുമേനോൻ. ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവ്? ഉത്തരം മലാല യൂസഫ്സായി. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത്? ഉത്തരം വീണപൂവ്. എഴുതിയത് കുമാരനാശാൻ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല? ഉത്തരം തൃശ്ശൂർ. കഥകളിയുടെ ആദ്യ രൂപം ഏത്? ഉത്തരം രാമനാട്ടം. 2014 കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി തെരഞ്ഞെടുത്ത കവിത? ഉത്തരം കേരളഗാനം. രചിച്ചത് ബോധേശ്വരൻ. കഥകളിയിലെ സ്ത്രീവേഷത്തിന് പറയുന്ന പേര്? ഉത്തരം മിനുക്ക്. ചാക്യാർ കൂത്തിന് മുന്നേ കൊട്ടുന്ന ഉപകരണം? ഉത്തരം മിഴാവ്. കൂടുകൂട്ടി മുട്ടയിടുന്നതും ഏറ്റവും കൂടുതൽ വിഷമുള്ളതുമായ പാമ്പ് ഏത്? ഉത്തരം രാജവെമ്പാല. പാമ്പുകടിയേറ്റ വ്യക്തിക്ക് കുത്തിവെക്കുന്ന ഔഷധം? ആൻറ്റിവെനം. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര? ഉത്തരം ലാക്ടോസ്. പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണം എന്ത്? ഉത്തരം കസീൻ എന്ന പ്രോട്ടീൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം? ഏഷ്യ. പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാസമ്പ്രദായം? ഉത്തരം റോമൻ സംഖ്യാസമ്പ്രദായം.
ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി? ഉത്തരം സഹാറ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം? ഉത്തരം പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം? ഉത്തരം ആർട്ടിക് സമുദ്രം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ടെലിവിഷൻ കണ്ടുപിടിച്ചതാര്? ഉത്തരം ജോൺ ലോഗി ബെയർഡ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഉത്തരം ഷൊർണൂർ. ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം സുപ്രീം കോടതിക്ക്. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഏത് ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പത്തനംതിട്ട. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. തുക 11 ലക്ഷം രൂപ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വനിത ആരാണ്? ഉത്തരം ബാലാമണി അമ്മ. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ നിലവിൽ വന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം? ഉത്തരം ചെന്തുരുണി. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം? ഉത്തരം മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറിലെ മരക്കുന്നം ദ്വീപിൽ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. കണ്ണൂരിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം? ഉത്തരം കുമരകം. കേരളത്തിൽ കളിമണ്ണു നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം? ഉത്തരം കൊല്ലം ജില്ലയിലെ കുണ്ടറ. പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി ഏത്? ഉത്തരം വവ്വാൽ. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന ജീവി? ഉത്തരം ഡോൾഫിൻ. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന സമുദ്രജീവി ഏത്? ഉത്തരം കടൽക്കുതിര. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള പക്ഷി ഏത്? ഉത്തരം ഒട്ടകപ്പക്ഷി. കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭം? ഉത്തരം ബുദ്ധമയൂരി. ദേശീയ മാതൃത്വ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം കസ്തൂർബ ഗാന്ധിയുടെ. ഏപ്രിൽ 11 ദേശീയ മാതൃത്വ സുരക്ഷാ ദിനം. ഇന്ത്യയിലെ ഏക കമാന അണക്കെട്ട് അല്ലെങ്കിൽ ആർച്ച് ഡാം ഏത്? ഇടുക്കി അണക്കെട്ട്. കേന്ദ്ര സർക്കാർ പരാക്രം ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജനുവരി 23 പരാക്രം ദിവസ്. കേരള ഗവൺമെൻറ് സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. 2024 ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം NS മാധവൻ.
ചെങ്കോട്ടയിൽ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നതാര്? ഉത്തരം പ്രധാനമന്ത്രി. മെട്രോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം ഇ. ശ്രീധരൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ്റെ. ജനുവരി 12 ദേശീയ യുവജന ദിനം. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം വയനാട്. ഇന്ത്യയിൽ കായിക പരിശീലകർക്കു നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ദ്രോണാചാര്യ പുരസ്കാരം. ഓണത്തിനോട് അനുബന്ധിച്ച് നടത്തുന്ന പ്രസിദ്ധമായ പുലിക്കളി നടക്കുന്ന പട്ടണം? ഉത്തരം തൃശ്ശൂർ. കഥകളിയുടെ സാഹിത്യരൂപം? ഉത്തരം ആട്ടക്കഥ. സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഫാത്തോമീറ്റർ. കേരള സ്കൂൾ കായികമേളയുടെ ആദ്യ ബ്രാൻഡ് അംബാസഡർ ആര്? ഉത്തരം PR ശ്രീജേഷ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ആയ ചെനാബ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ജമ്മു കാശ്മീരിൽ. ആരുടെ ജന്മദിനമാണ് രാഷ്ട്രീയ ഏകതാ ദിനം ആയി ആചരിക്കുന്നത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 2024 സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം? ഉത്തരം തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം? ഉത്തരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത്? ഉത്തരം കോഴിക്കോട്. വയനാട് ജില്ലയിൽ നിന്ന് ഉദ്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏത്? ഉത്തരം കബനി നദി. വള്ളത്തോളിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 16 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ കഥകളി ദിനം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര് എന്ത്? ഉത്തരം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ബൈനോക്കുലർ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഉത്തരം വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ? ഉത്തരം ഇൻസുലിൻ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ബാരോമീറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ? ഉത്തരം സുന്ദർബൻ ഡെൽറ്റ. ഏതു സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ് ബിഹു? ഉത്തരം ആസാം. അഴീക്കൽ തുറമുഖം ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ. ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുടെ അതിർത്തി രേഖകൾ നിർണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ ആര്? ഉത്തരം സിറിൽ റാഡ്ക്ലിഫ്. അതിനാലാണ് ഈ അതിർത്തി റാഡ്ക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നത്. കേരള വനം വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട്. ആന സംരക്ഷണ കേന്ദ്രമായ കോടനാട് ഏതു നദിയുടെ തീരത്താണ്? ഉത്തരം പെരിയാർ.
1729 ഏത് ഗണിതശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട സംഖ്യയാണ്? ഉത്തരം ശ്രീനിവാസ രാമാനുജൻ. രാമാനുജൻ സംഖ്യയാണ് ഇത്. 1 ശേഷം 100 പൂജ്യമിട്ടാൽ കിട്ടുന്ന സംഖ്യ. ഉത്തരം ഗൂഗോൾ. പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഹിമാചൽ പ്രദേശ്. ലോക സമുദ്ര ദിനം. ഉത്തരം ജൂൺ 8. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന പുരസ്കാരം. ഉത്തരം ഫിഫ ബാലൺ ഡി ഓർ പുരസ്കാരം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യ പേര്. ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്ന പുഷ്പം. ഉത്തരം നീലക്കുറിഞ്ഞി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്ന്? ഉത്തരം 21 ജൂലൈ 1969. 2022 മാർച്ച് 29 വിക്ഷേപണ തീയതി നിശ്ചയിച്ച ശുക്രനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പഠന ദൗത്യം. ഉത്തരം ശുക്രയാൻ. രാജ്യാന്തര ആംഗ്യഭാഷാ ദിനം എന്ന്? ഉത്തരം സെപ്റ്റംബർ 23. ഏത് കുള്ളൻ ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഷാരൺ? ഉത്തരം പ്ലൂട്ടോ. നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന ഹിമാലയത്തിലെ കൊടുമുടി. ഉത്തരം എവറസ്റ്റ് കൊടുമുടി. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ മന്ത്രിസഭയിൽ നിയമവകുപ്പ് മന്ത്രിയായിരുന്നത് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഏത് കണ്ടുപിടുത്തത്തിൻ്റെ പേരിലാണ് ആൽഫ്രഡ് നൊബേലിനെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് പത്രങ്ങൾ വിമർശിച്ചത്? ഉത്തരം ഡൈനാമിറ്റ്. പരീക്കുട്ടി എന്ന കഥാപാത്രം തകഴിയുടെ ഏത് നോവലിലേതാണ്? ഉത്തരം ചെമ്മീൻ. മഹാത്മാഗാന്ധി വധക്കേസിൽ നാഥുറാം വിനായക് ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ആര്? ഉത്തരം നാരായണ ദത്താത്രേയ ആപ്തെ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായൽ. ഉത്തരം വേമ്പനാട്ട് കായൽ. ഇന്ത്യയിൽ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നിലവിൽ വന്ന ഉദ്യാനം. ഉത്തരം കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം കോഴിക്കോട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏത്? ഉത്തരം മേഘാലയയിലെ മൗസിൻഡ്രം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. ഉത്തരം വയനാട്ടിലെ ലക്കിടി. മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഉത്തരം പേരാൽ. കേരളത്തിലെ ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്നത് എവിടെ? തൃശ്ശൂർ. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നതെവിടെ? കായംകുളം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കേരളത്തിലെ ഏതു പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന മത്സരമായി ഉൾപ്പെടുത്തിയത്? യോഗ. 2026 ഏഷ്യൻ ഗെയിംസ് വേദി ജപ്പാൻ. ലോക ബഹിരാകാശ വാരം ഒക്ടോബർ 4 മുതൽ 10 വരെ. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിൻ്റെ രചയിതാവ് അരുന്ധതി റോയ്. ലോക തപാൽ ദിനം ഒക്ടോബർ 9.
ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10. കേരളത്തിൽ ആദ്യമായി എംപോക്സ് വകഭേദമായ ക്ലേഡ് 1B സ്ഥിരീകരിച്ച ജില്ല മലപ്പുറം. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവർ: ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബിസ്. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്: വിക്ടർ അബ്രോസ്, ഗാരി റോവ്കിൻ എന്നിവർ. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ സമ്മാനം. ഇന്ത്യയുടെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് എവിടെ? ഗുജറാത്ത്. 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്: ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡ്. ഇന്ത്യയുടെ 51ാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ആര്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 2024 ഒക്ടോബർ 29 ആരംഭിച്ച 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരത് യോജന. ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് നൽകുന്ന പുരസ്കാരമായ ബാലൻ ഡി ഓർ 2024 ലഭിച്ചത് ആർക്ക്? സ്പാനിഷ് താരം റോഡ്രിക്ക്. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ജില്ലകളുടെ എണ്ണം 5: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിവ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി? ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്? ഇടുക്കി ജില്ലയിലെ കുമളി. കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്? കണ്ണൂർ ജില്ലയിലെ വളപട്ടണം. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല? തിരുവനന്തപുരം. കേരളത്തിൽ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ? തിരുവനന്തപുരം. കേരളത്തിൽ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല? പാലക്കാട്. കേരളത്തിൽ കടൽ തീരം കുറവുള്ള ജില്ല? കൊല്ലം. കേരളത്തിൻ്റെ ഔദ്യോഗിക മുദ്ര? ശംഖുമുദ്ര. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം? കരിക്കിൻ വെള്ളം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം? കരിമീൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആര്? MT വാസുദേവൻ നായർ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ: മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ? സഭ TV. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? 3 ആയി: മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? വയനാട്. കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത്? പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്ര? 16. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ എത്ര? ഏതൊക്കെ? 5: കോട്ടയം,
പത്തനംതിട്ട, ഇടുക്കി, വയനാട്, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ച്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്നു നിൽക്കുന്ന ഇന്ത്യയിലെ പ്രദേശം. കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. വയനാട്ടിലെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുറുവ ദ്വീപ്. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നതാര്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്? ചട്ടമ്പി സ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ. മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സഹോദരൻ അയ്യപ്പൻ. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലും കല്ലടയാറും ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. മൺറോ തുരുത്ത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം. നെയ്യാറ്റിൻകര. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ആയ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന ജില്ല. തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യ വിട്ടുപോയ അവസാന യൂറോപ്യൻ ശക്തി. പോർച്ചുഗീസുകാർ. കേരളം സന്ദർശിച്ച ആദ്യ അറബി സഞ്ചാരിയായ മാലിക് ബിൻ ദിനാർ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ്. കോഴിക്കോട് രാജവംശം അറിയപ്പെട്ടത് ഏത് പേരിൽ? നെടിയിരുപ്പ് സ്വരൂപം. കോഴിക്കോട് ഭരണാധികാരികളുടെ സ്ഥാനപ്പേര്? സാമൂതിരി. സാമൂതിരിയുടെ മന്ത്രിമാർ അറിയപ്പെടുന്നത്? മങ്ങാട്ടച്ചൻ. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ട. അഞ്ചുതെങ്ങ് കോട്ട. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്ര? 206. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? തുടയെല്ല്, ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? ചെവിയിലെ സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എത്ര? 639. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി? ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി? സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി? സ്റ്റേപ്പിഡിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി? തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ആകെ ക്രോമസോമുകളുടെ എണ്ണം? 46. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികൾ? 43 ജോഡി.
മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറച്ചുള്ള മൂലകം മഗ്നീഷ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. കൃഷി ചെയ്യുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിളകളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഏതൊക്കെ? 3. ഖാരിഫ്, റാബി, സൈദ്. കൊട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം? മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രമായതിനാലാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം റേച്ചൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോഴിക്കോട്. കാപ്പിയുടെ ജന്മദേശം എത്യോപ്യ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വർഗീസ് കുര്യൻ. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യയിൽ ഖനികളുമായി ബന്ധപ്പെട്ട് സർവേ നടത്തുന്ന ശാസ്ത്ര ഏജൻസി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഛോട്ടാ നാഗ്പൂർ. ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കോളാർ. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച്. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ഡിഗ്ബോയ്, ആസാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ഡിഗ്ബോയ്, ആസാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നതെവിടെ? ജാംനഗർ, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണപ്പാടം ഏത്? മുംബൈ ഹൈ. പ്രകൃതിവാതകത്തിന്റെ ഗതാഗതത്തിനും വിപണനത്തിനുമായി നിലവിൽ വന്ന സ്ഥാപനം ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ആസ്ഥാനം ന്യൂഡൽഹി. പ്രകൃതിവാതകം പൈപ്പിലൂടെ വീടുകളിൽ എത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ബൃഹത് പദ്ധതി CGD സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ. വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS. BISന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി വ്യവസായം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്ത്, ഹരിയാന. ഇന്ത്യയുടെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം അഹമ്മദാബാദ്. ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ.
ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയതാര്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. രണ്ടു രാജ്യങ്ങളുടെ ദേശീയ ഗാനം രചിച്ച ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ ഗാനം ജനഗണമന ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് ഭാരതവിധാത. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയതാര്? റാംസിംഗ് താക്കൂർ. ഭാനുസിംഹൻ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നതാര്? രവീന്ദ്രനാഥ ടാഗോർ. ലോകമാന്യ എന്നറിയപ്പെടുന്നതാര്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകിനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകമെഴുതിയ ബ്രിട്ടീഷുകാരൻ വാലന്റൈൻ ഷിറോൾ. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ. ആധുനിക മനു, അഭിനവ ബുദ്ധൻ എന്നെല്ലാം അറിയപ്പെടുന്നതാര്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 32. ജവഹർലാൽ നെഹ്റുവിൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ ട്രെയിൻ ശതാബ്ദി എക്സ്പ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയതാര്? രവീന്ദ്രനാഥ ടാഗോർ. സുഭാഷ് ചന്ദ്രബോസ് 1939 രൂപീകരിച്ച പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആര്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ബറ്റാലിയൻ ഝാൻസി റെജിമെന്റ്. ഝാൻസി റെജിമെന്റിന് നേതൃത്വം വഹിച്ച മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരുടേതാണ്? ബാലഗംഗാധര തിലകന്റെ. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജി. ഹോം റൂൾ ലീഗിന് പൂനെയിൽ നേതൃത്വം നൽകിയതാര്? ബാലഗംഗാധര തിലക്. ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്രഭൂമി. ഇന്ത്യൻ വിദേശനയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. അംബേദ്കറിൻ്റെ ചരമദിനം ഇന്ത്യയിൽ ആചരിക്കുന്നത് ഏത് ദിനമായാണ്? മഹാപരിനിർവാൺ ദിവസം. ഡിസംബർ 6-നാണ് മഹാപരിനിർവാൺ ദിവസമായി ആചരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായ സ്ഥലം സെറാംപൂർ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക.
ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം. ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കർണാടക. തുകൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവം അറിയപ്പെടുന്നത് തവിട്ട് വിപ്ലവം. ഇന്ത്യയുടെ ലെതർ സിറ്റി അല്ലെങ്കിൽ തുകൽ നഗരം എന്നറിയപ്പെടുന്നത് കാൺപൂർ. ഗ്ലാസ് നിർമ്മാണത്തിനുപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു സിലിക്ക മണൽ. ഇന്ത്യയുടെ ഗ്ലാസ് സിറ്റി എന്നറിയപ്പെടുന്നത് ഫിറോസാബാദ്. കുപ്പിവളകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ നഗരം ഫിറോസാബാദ്. ലോകത്ത് പാലുൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്കു വ്യവസായം. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാട്. കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാട്. കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം മലമ്പുഴ. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിൽ കാണാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി. കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷൻ പാലക്കാട്. അട്ടപ്പാടി വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പുനർജനിച്ച നദി കൊടുങ്ങരപ്പള്ളം പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം വാളയാർ. കണ്യാർകളി ഏത് ജില്ലയിലെ അനുഷ്ഠാന കലയാണ്? പാലക്കാട്. പാലക്കാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് OV വിജയൻ. കോഴിക്കോടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൻ്റെ ധന്വന്തരി ഗ്രാമം എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കൽ. മലപ്പുറത്തിൻ്റെ മറൈൻ ഡ്രൈവ് കോട്ടക്കുന്ന് പാർക്ക്. നാറാണത്തു ഭ്രാന്തനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലെ രായിരനെല്ലൂർ മല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ മലയാള ഭാഷാ മ്യൂസിയം സ്ഥാപിതമായതെവിടെ? തിരൂർ തുഞ്ചൻ പറമ്പ്. കേരളത്തിൻ്റെ മെക്ക, ചെറിയ മെക്ക എന്നെല്ലാം അറിയപ്പെടുന്ന സ്ഥലം പൊന്നാനി. സീതാർകുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? പാലക്കാട്. മലപ്പുറം ജില്ലയിലെ ഒരേയൊരു തുറമുഖം പൊന്നാനി. മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊണ്ടോട്ടി. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂർ, മലപ്പുറം ജില്ല. ലോകത്ത് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം നിലമ്പൂർ തേക്ക്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം കനോലി പ്ലോട്ട്, നിലമ്പൂർ. വടക്കൻ പാട്ടുകളുടെ നാട്, ഗസലുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷണമുള്ള സ്ഥലം മാനാഞ്ചിറ.
സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം. മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ. എസ്.കെ. പൊറ്റക്കാട് രചിച്ച ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിന് ഇതിവൃത്തമായ സ്ഥലം മിഠായി തെരുവ്. കേരളത്തിലെ ആദ്യ വനിതാ മേയർ ഹൈമവതി തായാട്ട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയറായിരുന്നു. കേരളത്തിലെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതെവിടെ? കൊയിലാണ്ടി. യൂറോപ്യർ കാലിക്കറ്റ് എന്നും അറബികൾ കാലിക്കൂത്ത് എന്നും വിശേഷിപ്പിച്ച നഗരം കോഴിക്കോട്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കോട്ട ചാലിയം കോട്ട. ചാലിയം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. മലബാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേര് കക്കയം വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം നിലവിൽ വന്നതെവിടെ? കുന്ദമംഗലത്ത്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ ശുദ്ധജല തടാകം. കോഴിക്കോടിന് സമീപം ദേശാടന പക്ഷികൾ ധാരാളമായി വന്നെത്തുന്ന അഴിമുഖം കടലുണ്ടി. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന്. കോഴിക്കോട് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഇരുവഴിഞ്ഞിപ്പുഴ. കേരളത്തിൻ്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴ. കേരളത്തിൽ ഓടുവ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം ഫറോക്ക്. കേരളത്തിൽ തടി വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം കല്ലായി. കേരളത്തിൽ ഉരുനിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം